ഞാനൊരു കാര്യം പറഞ്ഞ മീരയ്ക്ക് ദേഷ്യം തോന്നരുത്. എന്താ ചേച്ചി? പഴയ കാര്യങ്ങളൊക്കെ മനസ്സിനെടുത്ത് കളയണം. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോ യാഥാർത്ഥ്യങ്ങൾ. ഞാൻ പൊതുവെ പറയുവാ, കുറ്റക്കാരനെന്ന് നമ്മൾ പറയുന്നവരൊക്കെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചേച്ചി പറഞ്ഞത് ശരിയാ, എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ എന്നെ ചതിച്ചവരെ എനിക്ക് നന്നായിട്ടറിയാം. സ്നേഹം അഭിനയിച്ചെന്നെ വിട്ടിയാക്കായിരുന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് അവരുടെ അവസാനം കാണാനായിരിക്കും. മീര വേണ്ട, അത് വിട്ടേക്ക്. അവളോട് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും ചേച്ചി. എന്റെ കൺമുന്നിൽ ഇനി അവള് വന്നാൽ. മീര വേണ്ട, നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. അതങ്ങ് വിട്ടേക്ക് നീ. ഓക്കേ? നന്ദൻ എന്നെ കുറിച്ച് എന്തേലും പറയാറുണ്ടായിരുന്നോ? ഈശ്വര, ഞാൻ എന്തു പറയാനാ ചേച്ചി? ആ ആ നന്ദൻ പറയും. നന്ദൻ എന്നോട് സ്നേഹമുണ്ടോ? ആ ഉണ്ടല്ലോ. എനിക്കത് തോന്നുന്നില്ല. മുൻപ് അവൻ എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. അത് നിന്റെ തോന്നലാ മീര. അല്ല, ഒരിക്കൽ വീട്ടിൽ വെച്ച് അവള് ആ ദേവികയുടെ മുന്നിൽ വെച്ച് എന്നെ. അത് പിന്നെ എന്നെയല്ല, അവളെ അവന് കാര്യം. ചേച്ചി, അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം, ആ ദേവികെ. ഇനി എനിക്ക് അവളെ കാണണ്ട. ചേച്ചി കേട്ടോ? അങ്ങനെ ചെയ്തോളാം. ഹലോ, നീ എവിടെയാ? മീരയുടെ റൂമിൽ തന്നെയാണോ? അതെ. തിരിച്ചിങ്ങോട്ടൊന്നും പറയാതെ ഞാൻ പറയുന്നത് കേൾക്കുക മാത്രം ചെയ്താൽ മതി. മീരയോട് ആരെക്കുറിച്ചും ഒന്നും പറയണ്ട. ജാനകി വിളിച്ചിരുന്നു, കാര്യങ്ങൾ സീരിയസ് ആണെന്ന് മനസ്സിലായി. മീര ദേവികയെ അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? ഏതായാലും നീ ഒന്നും പറയരുത്, അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ. മനസ്സിലായോ? മനസ്സിലായി. ശരി ശരി. ആരാ വിളിച്ചേ? അമ്മയാ. ആന്റി എന്താ എന്റെ വിശേഷമൊന്നും ചോദിക്കാത്ത? എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയില്ലല്ലോ ആന്റിക്ക്. അമ്മ എന്തോ തിരക്കിലാണെന്ന് പറഞ്ഞു. രാവിലെ ഇങ്ങോട്ട് വരുമല്ലോ. അല്ലെങ്കിൽ തന്നെ മീര ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്നൊക്കെയാ അമ്മ ചോദിച്ചത്. പാവ ആന്റി, എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആന്റി മാത്രമേ എന്നെ മനസ്സിലാക്കുന്നുള്ളൂ. വേറെ ആർക്കും എന്നെ തിരിച്ചറിയാൻ കഴിയില്ല.